ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ബ്രിട്ടനിലുള്ള ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം, ഇവിടെ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ഭയങ്കര രൂക്ഷമാണ്, ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം എങ്ങോട്ടാണ് മാഷെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ബ്രിട്ടൻ്റെ മാത്രം പ്രശ്നമല്ല. മിക്കവാറും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, യൂറോ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഒന്ന്, നമ്മൾ പലതരത്തിൽ പോയവരുണ്ട്. യു കെയിലൊരു പ്രശ്നം അതാണ്. ഒന്ന്, സുരക്ഷിതമായ അല്ലെങ്കിൽ സമ്പന്നവും കുറേ കൂടി സുരക്ഷിതവുമായ ജീവിതം തേടിപ്പോയവരുണ്ട്. സ്വന്തം രാജ്യത്തെ ദാരിദ്ര്യം, വർഗീയമായ കലാപങ്ങൾ, ക്ഷാമം, അതിനെയൊക്കെ അതിജീവിക്കാൻ പോയവരുണ്ട്. പിന്നെ ഉയർന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി അവിടെ പഠിക്കാൻ പോയിട്ട് പിന്നീട് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് പോയവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ അതിൻ്റെ ഒരു ഒഴുക്ക് കുറവായിരുന്നു, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിൽ നിന്നും പോകുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യൻ ഉൾപ്പെടെയുള്ള ഈ തൊഴിൽ സമൂഹത്തെ അവരുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനഡയൊക്കെ ബെസ്റ്റ് എക്സാമ്പിളാണ്. എല്ലാ തരത്തിലുള്ള തൊഴിൽ സേനയായിട്ട് ഇന്ത്യയുടെ ഒരു മാൻ പവർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച രാജ്യങ്ങളിലൊന്നാണ് കാനഡ. യു എസും അത് മോശമല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യു എസിലും ഈ വലിയ തോതിലുള്ള ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം വലിയ രാഷ്ട്രീയമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ട്രംപ് കഴിഞ്ഞ ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും രൂക്ഷമായി ഉന്നയിക്കുന്നൊരു പ്രശ്നം അതാണ്. അതിന് വലിയ സ്വീകാര്യതയും കിട്ടിയിട്ടുണ്ട്. ട്രംപ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന സൂചനയുണ്ട്. വരുമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമായിരിക്കും. ആത്യന്തികമായിട്ട് ഇപ്പോൾ യു കെ നേരിടുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. എത്ര തന്നെ ഉദാരമായ മനസ്സ് സ്വീകരിച്ചാലും, അതുപോലെ രാഷ്ട്രീയമായ അഭയം തേടുന്നവർ, മതപരമായ പീഡനങ്ങളിൽ നിന്ന് അതാത് രാജ്യത്തെ തീവ്രവാദികളിൽ നിന്ന് മോചനം തേടി പോകുന്നവർ, അവരൊക്കെ അന്തിമമായി എത്തിപ്പെട്ട ഒരു സുരക്ഷിതമായ സ്ഥലമായിരുന്നു യു കെ. ആ അർത്ഥത്തിൽ എല്ലാവരും നല്ലത് മാത്രമേ, യു കെയിൽ എത്തിപ്പെട്ടവരും യു കെ പുറമേ നിന്ന് കാണുന്നവരും യു കെയുടെ ഒരു കണക്കിന് അധിനിവേശം അനുഭവിച്ച രാജ്യങ്ങളും ഒക്കെ യു കെയെ കുറ്റപ്പെടുത്തിയിട്ടില്ല അന്നും ഇന്നും. അങ്ങനെ ഒരു രാജ്യമാണ് യു കെ. ഇപ്പോൾ പക്ഷേ സ്ഥിതി അതല്ല. യു കെയിലെ ഈ ജെനുവിനായിട്ടുള്ള അവിടുത്തെ പൗരന്മാർക്ക് ഈ വലിയ തോതിൽ അവരുടെ ജനസംഖ്യയെ അതിജയിക്കുന്നത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഈ കുടിയേറ്റക്കാരായ ജനത അവിടുത്തെ സമ്പദ്ഘടനയെ, അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ, അവിടുത്തെ സാംസ്കാരിക ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നത് കൊണ്ടാണോ, പിന്നെ നമ്മുടെ രാജ്യത്ത് പോലും ഇപ്പോഴും വന്നിട്ടില്ലാത്തൊരു വലിയ ഭീഷണി, ഇവരുടെയൊക്കെ പാർലമെൻറ്റിൽ ഈ കുടിയേറ്റക്കാർക്ക് വലിയ പ്രാതിനിധ്യം കിട്ടുന്നു എന്നുള്ളതാണ്. ഈവൻ അമേരിക്കൻ പാർലമെൻറ്റിൽ ഇപ്പോഴും ഒരു ഫലസ്തീൻ പ്രതിനിധി, ഫലസ്തീൻ്റെ തന്നെ രാജ്യം പോലും ഇല്ലാത്ത ഫലസ്തീനികൾക്ക് അമേരിക്കൻ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഫലസ്തീൻ സ്വന്തം രാജ്യമില്ല, സ്വന്തം രാജ്യത്തിന് ഇപ്പോഴും UN അംഗീകാരം കൊടുത്തിട്ടില്ല. പക്ഷേ ഫലസ്തീനികൾക്ക് അമേരിക്കൻ പാർലമെൻറ്റ് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലുണ്ട്. ഞാൻ നോക്കുമ്പോൾ മിക്കവാറും ഒരു 10-17 ഏഷ്യൻ രാജ്യങ്ങളുടെയെങ്കിലും പ്രതിനിധികൾ യു കെ പാർലമെൻറ്റിലുണ്ട്. അപ്പോൾ അത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇതൊക്കെ ആളുകൾ എനിക്ക് തോന്നുന്നു വലിയ നിയന്ത്രണങ്ങളിലേക്ക് വരും, വലിയ അമർഷത്തിലേക്ക് വരും, അടക്കിപ്പിടിച്ച പ്രതിഷേധങ്ങളൊക്കെ പുറത്തു വരും. അതായിരിക്കണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് യു കെയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായത് അവിടെ ഈ കഴിഞ്ഞ മാസം അല്ലേ, ജൂലൈ തുടക്കത്തിലോ ഒരു ഈ വംശീയമായി കുടിയേറ്റ വിരുദ്ധമായ ഒരു പാർട്ടിയിൽ, ഒരു ബർത്ത്ഡേ പാർട്ടിയിലോ മറ്റോ ആണത്, ഒരു കുടിയേറ്റക്കാരും തദ്ദേശീയരും തമ്മിലൊരു തർക്കം ഉണ്ടാവുക. അവിടെ 2-3 പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. അന്ന് മുതലാണ് അതിരൂക്ഷമായ കലാപത്തിലേക്ക് ബ്രിട്ടൻ പോയത്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഈ സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപരായി നിൽക്കുമ്പോഴും ആ രാജ്യത്തൊക്കെയുള്ള മനുഷ്യർക്ക് സമാധാനപൂർവ്വം ചെന്ന് പഠിക്കാനും വിദ്യ അഭ്യസിക്കാനും പ്രിവ്യൂ കൗൺസിലിൽ വക്കീലന്മാരാവാനും ഒക്കെ ഈ പറഞ്ഞ എല്ലാ കോളനി രാജ്യങ്ങൾക്കും അവകാശം ഉണ്ടായിരുന്ന രാജ്യമാണ്. അപൂർവം പേരെ ബ്രിട്ടനിൽ ചെന്ന് ബ്രിട്ടീഷ് കോളനി രാജ്യത്ത് നിന്ന് പോയിട്ട് ബ്രിട്ടനിൽ കലാപം ഉണ്ടാക്കിയിട്ടില്ല. അതിലൊരാൾ സവർക്കറാണ് നമ്മുടെ. അതിന് ധൈര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. വീര സവർക്കർ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം ചരിത്ര വിദ്യാർത്ഥി എന്നല്ല എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇവിടുന്ന് മഹാന്മാരൊക്കെ പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധി പോയിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ട്, എത്രയോ പേര്, ജിന്ന പോയിട്ടുണ്ട്, പട്ടേൽ പോയിട്ടുണ്ട്, എല്ലാവരും പോയവരാണ്. പക്ഷേ അവരാരും ബ്രിട്ടനിൽ ചെന്ന് അങ്ങ് അന്യായമായിട്ടാണ് ഞങ്ങളുടെ നാട് കൈയടക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവിടെ പ്രക്ഷോഭം കൂട്ടിയിട്ടില്ല. അങ്ങനെ കൂട്ടിയ ഒരാൾ സവർക്കറാണ്. അങ്ങനെ അപൂർവ സംഭവങ്ങൾ ഒഴിച്ചാൽ എല്ലാവരും ബ്രിട്ടീഷ് മഹാറാണിയോട് ഒരു അനുഭാവപൂർവ്വം പെരുമാറുകയും
എല്ലാ രാജ്യങ്ങളിലും ബ്രിട്ടീഷ് മഹാറാണിക്ക് വലിയ വാഴ്ത്തുപാട്ടുകൾ രചിക്കപ്പെടുകയും വലിയ സ്വീകാര്യത കൈവരികയും ഒക്കെ ചെയ്ത ഒരു സംസ്കാരമുണ്ട് ബ്രിട്ടന്. പക്ഷേ എന്ന് വെച്ചാൽ അവർ അന്യരാജ്യങ്ങളെ ഈ അധിനിവേശം നടത്തി കൈയടക്കിയിട്ട് അവിടുത്തെ സ്വത്ത് ഒക്കെ തന്നെ കടത്തിക്കൊണ്ട് പോകുമ്പോഴും ഒരു മാന്യമായ പെരുമാറ്റം കൊണ്ട്, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചർ കൊണ്ട് രാജ്യത്തെ ജനതയെ ആകർഷിച്ച ഒരു നാടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ കുടിയേറ്റത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നു എന്നാണ് കാണിക്കുന്നത്. അതാണ് ബ്രിട്ടനിൽ ഇപ്പോൾ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ തീരുമാനങ്ങളിലേക്ക് UK പോകാൻ നിർബന്ധിതരാകും. ഈ അധികം വൈകാതെ ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുകയും കുടിയേറ്റക്കാർക്ക് ഉള്ള അവകാശങ്ങളിന്മേൽ കൈവെക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് UK പോകും എന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് UKക്ക് ലോകത്ത് തന്നെ സ്വീകാര്യമായ ഒരു സാംസ്കാരികമായ ഔന്നത്യം, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു ജനാധിപത്യ അന്തസ്സ് ഒക്കെ പാലിച്ചിരുന്നു. ആ UK ഇനി നമ്മുടെ ഓർമ്മകളിൽ മാത്രമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ഓർമ്മയിലെ ഒരു മ്യൂസിയം ആയി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിണതിയിലേക്കാണ് ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ കലാപങ്ങൾ നീങ്ങുന്നത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. സാർ, ഇത് ഈ കർമ്മഫലം എന്ന് നമ്മൾ ഇന്ത്യയിൽ പറയുമല്ലോ, ഒരുപക്ഷെ അതാണ് ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത്. കർമ്മഫലം ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അംഗീകരിച്ച ഒരു പ്രിൻസിപ്പിളാണ്. അവരത് വേറൊരു ഭാഷയിൽ പറയും, കാലം കണക്ക് പറയുകയാണ്, കാലം കണക്ക് പറയാതെ പോകാറില്ല എന്ന് പറയും. അതൊക്കെ തന്നെയാണ് ആധ്യാത്മികതയിൽ ഈ കർമ്മഫലം എന്ന് പറയുന്നത്. ബ്രിട്ടനിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ബ്രിട്ടീഷുകാരുടെ മേൽ കുടിയേറ്റക്കാർ നടത്തിയ ആധിപത്യം അവസാനിപ്പിക്കാനായിട്ട് ഒറിജിനൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ കാണുന്നത്. അതിൽ അധികാരി വർഗം ഈ കുടിയേറ്റക്കാരുടെ കൂടെയാണ്. അധികാരി വർഗത്തിന് ഇനിയൊന്നും ചെയ്യാൻ സാധ്യമല്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അസന്നിഗ്ധമായ ഭാഷയിൽ ഈ കുടിയേറ്റക്കാരുടെ കൂടെ നിൽക്കുന്നു. മറ്റവരുടെ പ്രതിഷേധ യോഗങ്ങളെ അലമ്പാക്കുന്നു, പോലീസിനെ വെച്ച് അവരെ തല്ലുന്നു. ബ്രിട്ടീഷ് പതാക ഏന്തിയ ബ്രിട്ടീഷ് പൗരന്മാരുടെ ജാഥയെ ബ്രിട്ടീഷ് പോലീസ് അടിച്ചൊതുക്കുന്നു. അതിൻ്റെ നേതാവിനെ ജയിലിലടയ്ക്കുന്നു. ആ കുടിയേറ്റക്കാരുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ബ്രിട്ടീഷുകാർ അവരെ എണ്ണത്തിൽ കുറവൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴും 50% കൂടുതലുണ്ട് ഒറിജിനൽ ബ്രിട്ടീഷുകാരാണ് എന്ന് തോന്നുന്നു. ബട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം സർക്കാർ മറ്റവരുടെ കൂടെയാണ്, കുടിയേറ്റക്കാരുടെ കൂടെയാണ്. കുടിയേറ്റക്കാർ എൻജോയ് ചെയ്യുന്നു. ഇത് നേരത്തെ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചതായിരുന്നു. ഒരു ഇറ്റാലിയൻ ജേർണലിസ്റ്റ്, അവർ മരിച്ചുപോയി, ഒറിയാന ഫെലാച്ചി. അവർ 2 പുസ്തകം എഴുതി, 2006-ലും 2007-ലും ഒക്കെ ആയിരുന്നു അത്. അതിലൊന്ന് പ്രൈഡ് ആൻഡ് റേജ് എന്ന് പറഞ്ഞിട്ട് അവർ ഇറ്റലിക്കാരിയാണ്. അവർ മുന്നറിയിപ്പ് കൊടുത്തത് ഇറ്റലിക്കും ഫ്രാൻസിനുമാണ്. ഇത് സംഭവിക്കും. അവർ പറഞ്ഞു, ഫ്രാൻസിലെ പൊതുനിരത്തിൽ ഈ കുടിയേറിയവർ മൂത്രമൊഴിക്കാൻ തുടങ്ങിയ ദിവസം ഞാൻ മനസ്സിലാക്കി ഫ്രാൻസിൻ്റെ പരാജയം ആരംഭിച്ചിരിക്കുന്നു. ഫ്രാൻസിലുള്ള സ്വഭാവമല്ല അത്, പബ്ലിക്കായിട്ട് നമ്മളൊക്കെ മൂത്രമൊഴിക്കുന്നു. അവർ പറഞ്ഞു, ദിസ് ഈസ് ദ ഫസ്റ്റ് സൈൻ. ഈ ഒഴുകുന്ന മൂത്രം പബ്ലിക്കായിട്ട് ഇത് പോകുന്നത് ഫ്രാൻസിൻ്റെ ജനാധിപത്യം, സാഹോദര്യം, ഈ 3 മൂല്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിലുണ്ടായതാണെന്നൊക്കെ പറയുക. അവർ പറഞ്ഞു ഫ്രാൻസിൻ്റെ കടക്കൽ കത്തി വെച്ചിരിക്കുകയാണ്. ബട്ട് അത് വളരെ ഫാസ്റ്റായിട്ട് നടപ്പായത് ഇംഗ്ലണ്ടിലാണ്. ഫ്രാൻസ് തൊട്ടു പിന്നാലെയുണ്ട്. ഇറ്റലിയാണ് കുറച്ചെങ്കിലും പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇറ്റലിയിലും വലതുപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഇവരെപ്പോഴും തദ്ദേശീയരായ, ദേശീയത പറയുന്ന, സ്വന്തം നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരെല്ലാവരെയും ത്രൂ ഔട്ട് ദ വേൾഡ് ഫാസിസ്റ്റുകളെന്നും വലതുപക്ഷമാണ് വിളിക്കപ്പെടുന്നത്. തീവ്ര വലതുപക്ഷം. ഇടതുപക്ഷം എന്തോ മഹത്തായ പക്ഷം എന്നൊരു തീരുമാനം അത് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് എല്ലാവരും അംഗീകരിച്ച പോലെയാണ്. ഞാൻ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊള്ളാവുന്നവനാണ്. പിന്നെ എനിക്ക് ബലാത്സംഗം ചെയ്യാം, കൊള്ളയടിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, ഇടതുപക്ഷമാകുക എന്നുള്ളതാണ്. അത് കേരളത്തിലും അങ്ങനെയാണ്, ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്, അമേരിക്കയിൽ അങ്ങനെയാണ്, ഫ്രാൻസിൽ അങ്ങനെയാണ്, കാനഡയിൽ അങ്ങനെയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാന്മാരാണ്, അവർക്ക് എന്ത് പോക്കൃത്തരവും കാണിക്കാം.
ആകെ ഇതേ ഉള്ളൂ, നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് ക്ലെയിം ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ചരിത്രത്തിൻ്റെ ഒരു തിരിച്ചടി ഇംഗ്ലണ്ടുകാർ നേരിടുന്നു. അവർ ഒരു സ്വാതന്ത്ര്യ സമരത്തിലാണ്. ഇതാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. അവർക്ക് വലിയ ഭാവിയൊന്നും ഞാൻ കാണുന്നില്ല. ഇംഗ്ലണ്ട് ഹാസ് ഗോൺ. അത് കയ്യിൽ നിന്ന് പോയി. ഫ്രാൻസും പോയി. ഇറ്റലി 90% പോയി. ഒരു 10% പ്രതീക്ഷ എനിക്ക് ഇറ്റലിയിലുള്ളൂ. അപ്പോൾ ഫ്രാൻസിൽ വലതുപക്ഷം തോറ്റു കഴിഞ്ഞപ്പോൾ ആ വലതുപക്ഷത്തിന് നേതാവ് ആ സ്ത്രീയുടെ കരച്ചിൽ സാർ കണ്ടിരുന്നു. സർവ്വവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ. അവർ സ്വയം വലിയ പണക്കാരിയും സംഗതിയൊക്കെയാണ്. ബട്ട് അവർക്ക് മനസ്സിലായി എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ അനാഥത്വമാണ് ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ടത്. ബട്ട് ഇത് പോയി കഴിഞ്ഞു. ഇനി താമസിയാതെ അമേരിക്കയും പോകും. അമേരിക്ക ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തു. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഈ ഹമാസിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ. കൊളംബിയ യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, എവറിത്തിങ്, സകല ബുദ്ധിജീവികൾ എല്ലാവരും തന്നെ ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കൂടെയാണ്. അതല്ലാതെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള എല്ലാവരെയും അവർ സോഷ്യലി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ സാർ ലോകമെങ്ങും ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇടതുപക്ഷം ഉണ്ടെങ്കിലും ഒരു വലതുപക്ഷമുണ്ട്. അവരുടെ ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. വലതുപക്ഷം ശബ്ദിക്കരുതെന്നുള്ളൊരു ഇക്വേഷനുള്ള സ്ഥലമാണ് ഇന്ത്യ. വലതുപക്ഷത്തെ ക്യാൻസൽ ചെയ്യും. വലതുപക്ഷം പുസ്തകം എഴുതി കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോക്കുമെന്ന് പറയും. വലതുപക്ഷത്തെ ടി വിയിൽ തുടിയിക്കുകയില്ല. വലതുപക്ഷത്തിന് ഒരു മീഡിയയിലും എൻട്രി ഇല്ല. പക്ഷേ സോക്കോൾഡ് വലതുപക്ഷമല്ലേ ഇവിടെ അധികാരത്തിൽ വന്നത്? ഈ അധികാരത്തിൽ വന്നു, കാര്യം ശരിയാണ്. ദേ ആർ ഇൻ ഓഫീസ് ബട്ട് ദേ ആർ നോട്ട് ഇൻ പവർ. തമ്മിൽ വ്യത്യാസമുണ്ട് ഉണ്ടല്ലേ. അതിലേക്ക് പോയാൽ വേറൊരു വിഷയമാകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പോകാതെ ഈ കമന്റ് മാത്രം. അത് മനോഹരമായ കമന്റാണ്. അല്ല, ഈ ഇന്ത്യക്കാർ ശ്രദ്ധിക്കണമെന്നില്ല. നോട്ട് ഇൻ പവർ. ഇന്ത്യക്കാർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നില്ലേ, അതെന്തായിരിക്കും അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്? ഈ റയറ്റിന്റെ പശ്ചാത്തലത്തിൽ അതായിരിക്കണം. വലിയ കലാപം നടക്കുന്നു, പ്രത്യേകിച്ച് കുടിയേറ്റക്കാർക്കെതിരായ കലാപമാണ്. അപ്പോൾ ആ കലാപത്തിൽ ഏത് സമയത്തും ഇപ്പോൾ ഈ പൊറുതി മുട്ടിയപ്പോഴാണല്ലോ ബ്രിട്ടീഷ് പൗരന്മാർ തിരിച്ചടിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് സമയത്തും അതൊരു ഇന്ത്യൻ പൗരനെ ഇനി മുതൽ ഈ വർണ്ണം നോക്കിയും നാഷണാലിറ്റി നോക്കിയും ഒക്കെ ആളുകൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് മുൻകൂട്ടി നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ, ഞാൻ ഒത്തിരി ഓപ്റ്റിമിസ്റ്റ് ആകുന്നുണ്ട് ബ്രിട്ടൻ്റെ കാര്യത്തിൽ. കാരണം ലോകത്തിലെ എല്ലാ പരീക്ഷണങ്ങൾക്കും ചിന്താപരമായ എല്ലാ ഉന്നതികൾക്കുമൊക്കെ വലിയ വെളിച്ചം വീശിയ വലിയ ജാലകങ്ങൾ തുറന്നൊരു നാടാണല്ലോ. അതുകൊണ്ട് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ അവിടുത്തെ രണ്ട് പാർട്ടികളിലും അവരുടെ ബേസിക് ഷിഫ്റ്റ് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ കണ്ടില്ലേ? ബേസിക് ഷിഫ്റ്റാണത്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കില്ല എന്ന് ഇംഗ്ലണ്ട് പറഞ്ഞത് അവരുടെ അടിസ്ഥാനപരമായ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ്. അവർ ഈ ഖാലിസ്ഥാൻവാദികൾക്ക് അഭയം കൊടുത്തു. വഴിയെ പോകുന്ന സകല റൗഡികൾക്ക് അഭയം കൊടുക്കുന്ന സ്ഥലമാണ് UK. ബട്ട് ഇവർക്ക് കൊടുത്തില്ല. അത് ഈ സമയം കൊണ്ടുകൂടിയാവില്ലേ ടി ജി? അല്ല, സമയം കത്തിക്കൊണ്ടിരിക്കും, ആ നാട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്ത കത്തുന്നതിനെ ഭയപ്പെടുന്നവരൊന്നും അല്ല ബ്രിട്ടീഷുകാർ. ഇടയ്ക്കിടയ്ക്ക് കത്താറുണ്ട്. ഐറിഷ് വിപ്ലവകാരികൾ ഇടയ്ക്ക് വലിയ ആക്രമണം നടത്താറുണ്ട്. വലിയ പ്രശ്നങ്ങൾ അവിടെ നിരന്തരം നടക്കാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കുന്ന ആൾക്കാരല്ല അവർ. ഇത് ഒരു ടെക്ടോണിക് ഷിഫ്റ്റാണ്. നയത്തിൻ്റെ ഒരു വലിയ വ്യതിയാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാം ഇവിടെ ഇപ്പോൾ അല്പം പ്രശ്നത്തിലാണ്, 4 ദിവസം കഴിയട്ടെ എന്ന് പറയാം. അങ്ങനെയല്ല. കൊടുത്ത വിസ ക്യാൻസൽ ചെയ്തു. അവർക്ക് US വിസ ഉണ്ടായിരുന്നു. US വിസ 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ മറ്റാണല്ലോ കൊടുക്കുന്നത്. അത് US ക്യാൻസൽ ചെയ്തു. ഇതൊക്കെ പോളിസി ഷിഫ്റ്റാണ്. എന്തായാലും ഈ കലാപം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള നടപടികളുമായി ബ്രിട്ടൻ മുന്നോട്ട് പോകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.